അമ്പലത്തിൽ പോകും. ബൈ. അപ്പം നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നു. നമ്മൾ മേക്കപ്പിലേക്ക് കിടന്നു. ഇത് പിന്നെ കണ്ണെഴുതി ക്രീമിട്ടു, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഫോൺ പിടിച്ചുകൊണ്ട് കണ്ണെഴുതാൻ എനിക്ക് തീരെ അറിയാത്തതുകൊണ്ട് നമ്മളത് നൈസായിട്ടൊക്കെ മാറ്റി വെച്ച്. ഇതാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസ്. ആൻഡ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല സാരിയില്ല, എനിക്ക് വൈലറ്റ് കളറിനോടും പർപ്പിൾ കളറിനും ഭയങ്കര പ്രിയം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ പണ്ട് ആരോ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ കാണാൻ നമ്മൾ അത്രയധികം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം മാത്രം നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടത്തില്ലെന്ന്. അതുകൊണ്ടായിരിക്കണം ഇവിടെ എത്താൻ എനിക്ക് 1 വർഷത്തെ കാലയളവ് വേണ്ടി വന്നത്. ഞാൻ ഈ പറയുന്നത് കേരളത്തിലെ ഗുരുവായൂർ ടെമ്പിളല്ല, നമ്മുടെ ഡൽഹി മയൂർ വിഹാറിൽ ഉത്തര ഗുരുവായൂർ അമ്പലമുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പോകുന്നതും അങ്ങോട്ടാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ചേച്ചിമാരും ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒക്കെ ആയിരുന്നു പോയത്. എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. പിന്നെ ഇതാണ് നമ്മുടെ കണ്ണൻ. മനസ്സിലെ അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യൂ, നീണ്ട ക്യൂ കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ടെങ്കിലും പോയത്. പിന്നെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ഭജന ഉണ്ടായിരുന്നു, അതും കേട്ട് നമ്മൾ അർച്ചന അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മളുടെ പാൽ പായസം അതും മേടിച്ച് കുറച്ച് ഫോട്ടോഷൂട്ട്സും വീഡിയോസും എല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ, സദ്യ കഴിക്കാനായിട്ട്. സദ്യയല്ല, തെറ്റിപ്പോയി, നമ്മൾ ആഹാരം കഴിക്കാൻ പോയി. അതും ഒരു നീണ്ട ക്യൂ ആയിരുന്നു. അതും കഴിച്ച് നമ്മൾ അവിടുത്തെ ക്യൂ എല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം. അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വീട്ടിൽ വന്നു ഇത് തുറന്ന് ഇതിനകത്തൊന്ന് പായസം എടുത്ത് കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശ്വാസം, അതൊന്ന് വേറെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശുഭം.